സംസ്ഥാന സെക്രട്ടറി ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. അതിനിടയിൽ PV അൻവറിന്റെ വാക്കുകൾ കൂടി ഒന്ന് വേഗത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. വോട്ടിംഗ് നടക്കും. പിണറായിസത്തിന്റെ അവസാനത്തെ ആണി അടിക്കുമെന്ന് പറഞ്ഞത് അടിച്ചിരിക്കും. അത്രയിൽ പറയാനുള്ളൂ. ജനങ്ങൾ അതിനെ കാത്തിരിക്കണം. ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ. അതിൽ ആത്മവിശ്വാസക്കേടിൻ്റെ ഒരു സാഹചര്യവും കേരളത്തിലെ രാഷ്ട്രീയത്തിലില്ല. ഇപ്പോൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് 2000 കോടിയുടെ വികസനം നടത്തി, അതുമായിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന്. ആ വികസനവുമായിട്ട് അവർ വരുമ്പോൾ അറിയാം, അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒട്ടനവധി വിഷയങ്ങളുണ്ട്. 70% ഫോറസ്റ്റാണ് നിലമ്പൂരിൽ. ഓരോ ദിവസവും ആളുകൾ ആക്രമിക്കപ്പെടുന്നു, ആഴ്ചയിൽ ഒരാൾ മരണപ്പെടുന്നു, കാർഷിക മേഖല ആകെ തകർന്നിരിക്കുന്നു, ജീവിക്കാൻ ഒരു വഴിയുമില്ലാതെ നിൽക്കുന്നു. അവിടെ ഉണ്ടായ പ്രളയങ്ങളിലെ പ്രതിസന്ധികൾ പലതും മറികടക്കാൻ കഴിയാതെ പോകുന്നു. അവിടുത്തെ സ്വാഭാവികമായിട്ടും പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് പിണറായിസമാണ്, കുടുംബാധിപത്യ രാഷ്ട്രീയമാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മരുമോനിസമാണ്. കേരളത്തിലെ ഒരു ഗവൺമെൻറ്റിനെയും ഒരു പാർട്ടിയെയും ഒരു കുടുംബത്തിൻ്റെ കാൽച്ചുവട്ടിൽ അടച്ചിരുത്തി ചവിട്ടി മതിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതും കേരളത്തിലെ ജനതയോടൊപ്പം പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളുമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എന്താണ് ഇത്ര ആത്മവിശ്വാസം ചോദിക്കുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തുന്ന എല്ലാ 256 ബൂത്തിലെയും ആദ്യത്തെ വോട്ട് ചെയ്യാൻ അവിടെ ധൃതി പിടിച്ചെത്തുന്നവർ കേരളത്തിലെ നിലമ്പൂരിലെ പാവപ്പെട്ട തൊഴിലാളികളും സഖാക്കളുമായിരിക്കും. UDF പ്രവർത്തകർ അതിൻ്റെ പിന്നിലേ ഉണ്ടാവുള്ളൂ. അത്ര വലിയ വാശിയിലാണ് കേരളത്തിലെ സഖാക്കൾ നിൽക്കുന്നത്. ആ അനുഭവത്തിലാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പിണറായിസം. പിണറായിസം എന്താണ് എന്ന് വിസ്തരിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. സ്ഥാനാർത്ഥി ആരാധന സംബന്ധിച്ച് UDF-ന്റെ താങ്കൾ ചില താല്പര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. VS ജോയെ മത്സരിപ്പിക്കണമെന്നുള്ള താല്പര്യം ഉൾപ്പെടെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ്? ഒരു നിലപാടും ആ കാര്യത്തിലില്ല. പരിപൂർണമായിട്ടുള്ള പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്. നിരുപാധിക പിന്തുണയാണ്. അവിടെ UDF തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അത് കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അത് UDF-ന്റെ സ്ഥാനാർത്ഥിയല്ല. ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടലാണ്. ആ ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടലിൽ ആരെ നിർത്തിയാലും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ആ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലെ ജനങ്ങൾ കാണാൻ പോകുന്നത്. മാത്രമല്ല, നിലമ്പൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച് വലിയ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. 2026-ൽ ഈ ജനദ്രോഹ ഗവൺമെൻറ് തിരിച്ചു വരുമെന്ന നരേഷനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വരും എന്ന് വരുത്തി തീർക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടു, മിനിയാന്നാണ് 4ാം വാർഷികം. അമ്മായിയപ്പനും മരുമകനും കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷകരമായി കൈമാറുന്നത് നമ്മൾ കണ്ടതാണ്. ഈ കേക്ക് മുറിക്കൽ ഇവിടെ നടക്കുമ്പോഴാണ് പാവപ്പെട്ട ആശാ തൊഴിലാളികൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ച പട്ടിണി ജാഥ കേരളത്തിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു 100 രൂപ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത തൊഴിലാളി വർഗ ഗവൺമെൻറ് എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുതലാളിത്ത ഗവൺമെന്റ്. PV അൻവറിന്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. PV അൻവർ എന്തായാലും പിണറായിസത്തിന്റെ അവസാന ആണിയടിക്കുമെന്ന പ്രഖ്യാപനം നടത്തുന്നു. വ്യക്തമാണ്, PV അൻവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുകയാണ്. കുടുംബ നിയന്ത്രണത്തിലാണ് CPM എന്ന വാദം ഉന്നയിച്ച് പ്രാദേശിക CPM വോട്ടുകളെ ചേർത്ത് പിടിക്കാനുള്ള തന്ത്രമാണ് അവിടെ PV അൻവർ നടത്തുന്നത്. അതുതന്നെയാണ് UDF-ന്റെയും തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നതാണ് അൻവറിന്റെ ആദ്യ വാക്കുകളുടെ സൂചന തന്നെ പങ്കുവയ്ക്കപ്പെടുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കും. UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ അതോ നാളെയോ? കാത്തിരുന്ന് തന്നെ അറിയാം. നമുക്കൊരു ഇടവേളയാണ്, വേഗത്തിൽ മടങ്ങി വരാം.